വയനാട് ജില്ലയിൽ ജൂലൈ 30-നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ആളുകളുടെ വാർത്തകൾ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും മായില്ല. ജീവൻ തിരികെ കിട്ടിയവരുടെ ഒരായുഷ്കാലത്തെ അധ്വാനത്തിൻ്റെ ഫലങ്ങളെല്ലാം മലവെള്ളം കൊണ്ടുപോയി. ഇനി മുന്നോട്ടെന്ത് എന്ന ചോദ്യചിഹ്നവുമായി നിൽക്കുന്ന നിരവധി ആളുകളാണ് ഇപ്പോഴും ദുരന്ത മേഖലയിലുള്ളത്. ദുരന്ത മേഖലയായ മുണ്ടക്കൈയിലെ ജ്ഞാനപ്രകാശ് മൈക്കിൾ വയനാടിനെ കണ്ണീർ കയത്തിലേക്ക് തള്ളിവിട്ട ഈ മഹാദുരന്തത്തെക്കുറിച്ച് ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. ആ സംഭവത്തെക്കുറിച്ച് ഈ 63-കാരൻ പറയുന്നത് ഇങ്ങനെയാണ്. ജൂലൈ 29-ന് പാറകൾക്കിടയിലൂടെ ചെളിവെള്ളം ഒഴുകിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അദ്ദേഹം അതുറപ്പിച്ചത്. മലവെള്ളപ്പാച്ചിലിന് മുന്നോടിയായാണ് സാധാരണയായി ഇതുപോലുള്ള ലക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കിയ മൈക്കിൾ പ്രദേശവാസികളോടും വരാനിരിക്കുന്ന വലിയ അപകടത്തെക്കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കാരും വില നൽകിയിരുന്നില്ല. ഒടുവിൽ തൻ്റെ ആകെയുള്ള വീടുപേക്ഷിച്ച് ഭാര്യ ഗുണാവതി മേരിയുമായി അവിടെ നിന്നും മാറി. മൈക്കിൾ പറഞ്ഞതുപോലെ തന്നെ ഒടുവിൽ സംഭവിച്ചു. പിറ്റേ ദിനം പുലർച്ചെ ഒരു നാടിനെ തന്നെ മലവെള്ളപ്പാച്ചിൽ നാമാവശേഷമാക്കിയ വാർത്തയായിരുന്നു ജനം കേട്ടത്. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നീ 3 വില്ലേജുകളായിരുന്നു ജില്ലയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ. മുണ്ടക്കൈ നിവാസികളായ നിരവധി പേരോട് ഞാൻ ഈ ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആരും അത് ഗൗരവമായി എടുത്തില്ല എന്ന് കണ്ണീരോടെ മൈക്കിൾ പറയുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ 300-നടുത്ത് ആളുകളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം നിരവധി പേരെ കാണാതാവുകയും ചെയ്തു. അവിടെയുള്ള നിരവധി ആളുകളെ പോലെ തന്നെ മൈക്കിളിൻ്റെ വീടും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. എന്നിരുന്നാലും അപകടത്തിൽ നിന്നും തന്നെയും ഭാര്യയെയും സംരക്ഷിച്ച ദൈവത്തോടാണ് മൈക്കിൾ നന്ദി പറയുന്നത്. ബന്ധുക്കളെ നഷ്ടപ്പെട്ട അനേകരുടെ കണ്ണീരോർമ്മകളെക്കുറിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന മൈക്കിൾ പറയുന്നു. മൈക്കിളിൻ്റെയും ഭാര്യ ഗുണാവതി മേരിയുടെയും ഏക മകൻ തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യുന്നത്.